രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കാണ്. ഇതിൽ ഞാൻ മുട്ട ഉപയോഗിച്ചിട്ടില്ല, പിന്നെ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോൾ വശത്തായി കാണുന്ന ആ ഒരു ഹോം മെയ്ഡ് ഗ്ലേസാണ്, അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു 3/4 കിലോയുടെ കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ അരിച്ചെടുക്കണമുണ്ടല്ലോ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം അരിച്ചെടുക്കണം. എന്നാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പുളിക്കാത്ത തൈര് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാരയുടെ തരി നമ്മുടെ ഈ ഒരു ബാറ്ററിലുണ്ടെങ്കിൽ കേക്കിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വരില്ല, കറക്റ്റായിട്ട് ബേക്ക് ആവില്ല. അപ്പോൾ നന്നായിട്ട് അലിയിക്കണം കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് അലിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാം. അടുത്ത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കണം. പിന്നെ ഞാനിവിടെ ചേർക്കണത് സ്ട്രോബെറി എസൻസ് ആണ്. ഇത് വെറും 35 രൂപയേ ഉള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു കളറും മണവും കൊടുക്കണതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണം ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് കുത്തൽ കേക്കിൽ വരാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല കേക്കിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് ഇടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് ഒരേ ഡയറക്ഷനിൽ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാനിവിടെ സ്പീഡ് കൂട്ടി കാണിക്കണ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നല്ല സ്പീഡിലാണ് ചെയ്യണമെന്ന് വിചാരിക്കരുത്, ഞാൻ പതുക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് നമുക്ക് സ്ട്രോബെറി ക്രഷാണ്. ഇത് ഉള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇത് നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങണ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. 135 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഇത് നമുക്ക് ഐസ്ക്രീംസ്, അതുപോലെ തന്നെ കേക്ക്സ്, അതുപോലെ മിൽക്ക് ഷേക്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് അതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫ്രഷായിട്ട് സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടും ഈ ക്രഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പഞ്ചസാരയും സ്ട്രോബെറീസും മാത്രമായിട്ട് മതി. അപ്പോൾ എനിക്കിതുപോലെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കേക്ക് ബാറ്റർ റെഡിയായ ശേഷം ഞാനിവിടെ ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മൈദയും തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എന്നാലേ കേക്ക് നല്ല ലെവലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഈ കേക്ക് ടിന് പതുക്കെ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ക്ലോസ് ചെയ്ത ശേഷം ഒരു 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസമാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമായി ഞാൻ അത് കേക്ക് ഡിമോൾഡ് ചെയ്യുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തട്ടി കൊടുത്താൽ മതി, എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടും. ഇനി ഇതിൽ നിന്നും ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇനി ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് 4 വശവും ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ആ രീതിക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വലിയ കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് 3 ലെയറിൽ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികളൊക്കെ 2 ലെയറിൽ ചെയ്ത് തുടങ്ങുക കേട്ടോ. കാരണം നമ്മൾ 3ാമത്തെ ലെയറൊക്കെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് പൊട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേക്കിന്. അപ്പോൾ സ്ട്രോബെറി ക്രഷ് ഇല്ലാത്തവർ സ്ട്രോബെറി എസൻസ് വേണമെങ്കിൽ ഇതിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് കേക്ക് ബോർഡാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു കാർഡ് ബോർഡിൽ അലുമിനിയം ഫോയിൽ ഒന്ന് റാപ്പ് ചെയ്താണ്. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ നാട്ടിൽ വന്ന ശേഷം എൻ്റെ കയ്യിൽ ബീറ്ററില്ല, അതുകൊണ്ട് വിസ്ക് വെച്ചിട്ടാണ് എല്ലാ കേക്ക്സിനും വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം വിസ്ക് കൊണ്ട് ചെയ്യണ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരുവിധം തെറ്റില്ലാതെ തന്നെ നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു വിപ്പിംഗ് ക്രീം കൊണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടി ഞാൻ എടുത്തത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതാ കണ്ടില്ലേ, നമ്മൾ കമിഴ്ത്തിയാലും താഴെയൊന്നും വീഴില്ല, നമ്മൾ ബീറ്ററിൽ ചെയ്യണ പോലെ തന്നെയാണ്. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് സ്ട്രോബെറി എസൻസും കൂടെ ചേർത്തിട്ടാണ് വിപ്പ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്ത ലെയറാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് സോഫ്റ്റായിട്ടുള്ള കേക്കാണെങ്കിൽ അധികം ഷുഗർ സിറപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നല്ലോണം ഹാർഡായിട്ടുള്ള കേക്ക്സിന് മാത്രം നല്ലോണം ഷുഗർ സിറപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം വീണ്ടും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ക്രഷ് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തേർഡ് ലെയർ വെക്കുക. നമുക്ക് പല രീതിയിൽ ഈ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷിന് പകരമായിട്ട് ചോക്ലേറ്റ്സ്, വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതും ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തു. ഏറ്റവും അവസാനത്തെ പോർഷനാണ് ഏറ്റവും മുകളിലായിട്ട് വെച്ചത് കേട്ടോ. അതിന് ശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലധികം ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കാരണം കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് വേണം വിപ്പിംഗ് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമ്മൾ ലെവൽ ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ കത്തി കൊണ്ടും അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കാർഡ് കൊണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊക്കെയാണ് ലെവൽ ചെയ്തെടുക്കുന്നത്. ഈ ഭാഗങ്ങളാണ് കുറച്ച് നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ടി വരിക കേട്ടോ, കാരണം നമുക്ക് നല്ലൊരു ഷേപ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അധികം എടുക്കും. അപ്പോൾ കേക്കിനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, അതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷം ഞാനിവിടെ ഹോം മെയ്ഡ് ഗ്ലേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും, പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രോബെറി ക്രഷാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. സ്ട്രോബെറി ക്രഷിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി എസൻസും ചേർക്കാം കേട്ടോ. അടുത്ത ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഞ്ചസാരയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് അലിയാനായിട്ട് വെക്കണം. നന്നായിട്ട് അലിഞ്ഞ് വന്ന ശേഷം കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം കൈവിടാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് കുറുകുന്ന ഇടം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ ആ സമയം ഞാൻ കേക്കിന് ബോർഡേഴ്സ് വരച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെയൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ എനിക്കറിയണ പോലെയൊക്കെ ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് നോസിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഗ്ലേസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ നമുക്ക് ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ പല രീതിയിൽ നമുക്ക് കേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിടുന്ന എല്ലാ കേക്ക്സും എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒരു രീതിക്കാണ് ചെയ്യണത്. ഞാൻ വലിയ കേക്കിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ ബൈ പ്രാക്ടീസിലൂടെ കുറച്ചൊക്കെ എനിക്കറിയാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഗ്ലേസ് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു സ്പൂൺ കൊണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ചെയ്യാനെന്ന് മാത്രം. അപ്പോൾ ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.